നമസ്കാരം. ഈ കോയിൻസിഡൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ 100% നികുതി ചുമത്തുന്നത് സംബന്ധിച്ച് അമേരിക്കയിൽ ട്രംപിന് അധികാരം നൽകുന്ന തരത്തിൽ നിർണായക നടപടികളിലേക്ക് കടന്നു എന്നുള്ള വാർത്തകൾ വരുന്ന ആ സമയം തന്നെ നിർണായകമായ മറ്റൊരു സംഗതി വരുന്നു. അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ കപ്പൽ മാർഗം കൊണ്ടുവരുന്നത് അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിന് പിഴച്ചുങ്കം ചുമത്താനായിട്ടാണല്ലോ നിങ്ങളുടെ ആലോചന. അതേ സമയത്ത് തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്ന് പുതിയ ഒരു നിർദ്ദേശം ഇപ്പോൾ വരികയാണ്. ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് നേരിട്ട് ഒരു റെയിൽവേ ലൈൻ വലിച്ചുകൂടാ? ഈ നിർദ്ദേശം വച്ചിരിക്കുന്നത് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് കുസുലിൻ എന്ന അദ്ദേഹമാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം വച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ അതിൻ്റെ കാരണങ്ങളുണ്ട്. നിലവിൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം, കടൽ മാർഗങ്ങളിലെ സുരക്ഷാ ഭീഷണി, പിന്നെ അത്തരം സാധ്യതകളുള്ളപ്പോൾ സുരക്ഷിതമായ ഒരു ബദൽ വ്യാപാര പാതയെക്കുറിച്ച് ആലോചനകൾ വന്നു. അങ്ങനെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നത്. അപ്പോൾ നിലവിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഒരു $66 ബില്യൺ എത്തിയിട്ടുണ്ട്. 2030 ഇതൊരു $100 ബില്യൺ ഉയർത്താൻ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ ഈ 2030 $100 ബില്യൺ ഉയർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴേ റെയിൽപാത പണിയാൻ തുടങ്ങിയാൽ 2030 ആകുമ്പോൾ പൂർത്തിയാകും എന്നതിനർത്ഥമില്ല. 2030 100 ബില്യൺ ആകണം. അപ്പോൾ 2040 അതിൻ്റെ ഇരട്ടിയെങ്കിലും ആകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരു റെയിൽവേ ലൈനിനെ കുറിച്ചുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ തുടങ്ങി 4 രാജ്യങ്ങൾ കടന്ന് ഇന്ത്യയിലെത്തുന്ന രീതിയിലാണ് ഈ റെയിൽവേ ലൈൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് റഷ്യ, ഒന്ന് തുർക്ക്മെനിസ്ഥാൻ, ഒന്ന് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 5 രാജ്യങ്ങളുണ്ട്. ഇന്ത്യ അടക്കം നോക്കുമ്പോൾ 5 രാജ്യങ്ങളുണ്ട്. അപ്പോൾ റഷ്യയുടെ ഈ പുതിയ ആശയത്തോട് ഇന്ത്യ മാത്രം വിചാരിച്ച കാര്യമില്ലല്ലോ. ഈ രാജ്യങ്ങളിലൂടെ കടന്നു വരണം. ഈ രാജ്യങ്ങളൊന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇത് വലിയൊരു സാധ്യതയാണ്. അതേപോലെ ചില വെല്ലുവിളികളും ഇതിൻ്റെ മുമ്പിലുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും അതേപോലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലെ സമീപകാലത്തെ വിള്ളലുകൾ ഈ പാത യാഥാർത്ഥ്യമാകുന്നതിന് വലിയൊരു തടസ്സമാണ്. ഈ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമുക്കിതിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു രാജ്യം റഷ്യയിൽ തുടങ്ങി ഇന്ത്യയിലേക്ക് എത്ര കിലോമീറ്റർ എന്ന് സങ്കല്പിച്ച് നോക്കാം. അപ്പോൾ അത്രയും ദൂരം പുതിയ റെയിൽവേ ലൈൻ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന മണ്ടത്തരമാണ്. കാരണം എത്ര കോടി രൂപ, എത്ര കോടി എന്നല്ല, എത്ര മാത്രം കോടി രൂപ മുടക്കിയാലായിരിക്കും അത്തരം ഒരു റെയിൽവേ ലൈൻ സ്ഥാപിക്കാൻ പറ്റുക? പക്ഷെ അങ്ങനെയല്ല. ഒരു 0 നിന്ന് ഒരു പുതിയ റെയിൽവേ ലൈൻ ആരംഭിക്കുക എന്നുള്ളതല്ല. എല്ലാ രാജ്യത്തിലും നിലവിൽ റെയിൽവേ ലൈനുകൾ ഉണ്ടാകുമല്ലോ. ഇത് പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാൻ വഴി തുർക്ക്മെനിസ്ഥാൻ വരെയുള്ള റെയിൽവേ ശൃംഖല ഇപ്പോൾ നിലവിൽ വളരെ ശക്തമാണ്. വലിയ രീതിയിൽ അതിലൂടെ ഗതാഗതവും സാധ്യമാണ്. പക്ഷേ തുർക്ക്മെനിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ പാത ഈ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ പദ്ധതി വഴി കാബൂളും പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ ഈ എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, അഫ്ഗാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാഷ്ട്രമാണ്. അടിസ്ഥാന സൗകര്യ വികസനം അങ്ങനെ ഇല്ലാത്തൊരു രാഷ്ട്രമാണ്. അവിടെ പുതിയ റെയിൽപാത നിർമ്മിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ട്രാൻസ് അഫ്ഗാൻ റെയിൽവേ നിർമ്മിക്കാൻ മാത്രം ഏകദേശം ഇന്ത്യൻ രൂപയിൽ 58,000 കോടി രൂപ ചിലവ് വരും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പുതിയ പാത നിർമ്മിക്കുന്ന വലിയ ചിലവ് വരുമെങ്കിലും ഇവിടെ അഫ്ഗാനിൽ പാത ഇല്ലാത്തത് കൊണ്ട് 58,000 കോടി രൂപയാണ് ഏകദേശ ചിലവ് കണക്കാക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു പാത നിർമ്മിക്കാൻ പോകുമ്പോൾ ഇതിനേക്കാളും ആ തുക കൂടാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ പാകിസ്ഥാൻ്റെ റെയിൽവേ ശൃംഖലയെ ഇന്ത്യയുടെ അതിർത്തി റെയിൽവേ സ്റ്റേഷനായ അട്ടാരിയുമായി ബന്ധിപ്പിക്കാൻ നിലവിലെ റെയിൽപാതകളുണ്ട്. നമുക്ക് പണ്ട് സംഝോത എക്സ്പ്രസ് ഓടിയിരുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്തായിരുന്നു. ആ റെയിൽപാത ചരക്ക് ഗതാഗതത്തിനായിട്ട് പൂർണ്ണതോതിൽ തുറന്നു കൊടുത്താൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ ടെൻഷനൊന്നുമില്ല. ഈ ഏറ്റവും വലിയ വെല്ലുവിളി ഇതൊന്നുമല്ല. ഈ ഓരോ രാജ്യത്തെയും റെയിൽപാത തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നല്ലൊരു ആശയം തന്നെയാണ്. പക്ഷേ ഈ റഷ്യയും തുർക്ക്മെനിസ്ഥാനും ഉപയോഗിക്കുന്നത് ഒരേ തരം റെയിൽപാതയാണ്. അതായത് ആ ഗേജ് എന്ന് പറയുന്നത് 1520 mm ആണ്. അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ റെയിൽപാത ഇല്ല. എന്നാൽ പുതിയതായിട്ട് റെയിൽപാത സൃഷ്ടിക്കുമ്പോൾ ഏത് ഗേജിൽ സൃഷ്ടിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പവും ചർച്ചയും നടക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ഉപയോഗിക്കുന്നത് ഒരേ തരം റെയിൽ ഗേജുകളാണ്. ഏതാണ്ട് 1675 ബ്രോഡ് ഗേജ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുക?
അപ്പോൾ ഇനി ഒരു സാധ്യത അതിർത്തികളിൽ വെച്ച് ട്രെയിനിൻ്റെ മുകൾ ഭാഗം, അതായത് ബോഡി, അതിൻ്റെ ചക്രവും അതിൻ്റെ ബോഡിയും വേർതിരിച്ച് മാറ്റാൻ സാധിക്കും. ഇത് മുഴുവനായിട്ട് ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഉയർത്തിയിട്ട് ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തെങ്കിലും സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുണ്ട്. റഷ്യ ചൈന അതിർത്തിയിലും സ്പെയിൻ ഫ്രാൻസ് അതിർത്തിയിലും ഈ സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ പുതിയൊരു ടെക്നോളജി ഉണ്ട്. അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിർത്തികളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രത്യേക ട്രാക്കിലൂടെ, അതിന് ഗേജ് ചേഞ്ചർ എന്നാണ് പറയുക, അതിലൂടെ കടന്നു പോകുമ്പോൾ ചക്രങ്ങൾ തനിയെ വീതി കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രെയിൻ നിർത്താതെ തന്നെ മിനിറ്റുകൾക്കകം ഗേജ് മാറ്റാൻ ഇതിലൂടെ സാധിക്കും. റഷ്യൻ റെയിൽവേ തങ്ങളുടെ ചില അന്താരാഷ്ട്ര സർവീസുകളിൽ ഇതിപ്പോൾ വികസിപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ചരക്ക് ഒരു ട്രെയിനിൽ നിന്ന് മറ്റൊരു ട്രെയിനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവസാന സൊല്യൂഷൻ. പക്ഷേ അതിന് ഒരുപാട് സമയവും ഒരുപാട് പണച്ചെലവും ഒരുപാട് അധ്വാനവും വേണ്ടിവരും. അതൊട്ടും പ്രായോഗികവുമല്ല. ഇനി എന്തുകൊണ്ട് റഷ്യ ഇത്തരത്തിൽ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ബോസ്ഫറസ് കടലിടുക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഹോർമൂസിനെ കുറിച്ച് നിരവധി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ബോസ്ഫറസ് കടലിടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കടലിലുള്ള സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ പെട്ടുകിടക്കുന്ന ഒരു സ്ഥലം. അവിടെ റഷ്യൻ കപ്പലുകൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. കൂടാതെ തുർക്കി റഷ്യൻ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാൻ അത്ര അനുവദിക്കുന്നുമില്ല. അപ്പോൾ ബോസ്ഫറസ് കടലിടുക്ക് റഷ്യയ്ക്കൊരു തലവേദനയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് ഒരു തലവേദനയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് പരമ്പരാഗത കടൽ മാർഗങ്ങളിലൂടെയുള്ള തടസ്സങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഒഴിവാക്കി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചേരുക എന്നുള്ളതാണ് റഷ്യയുടെ ലക്ഷ്യം. അപ്പോൾ ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാക്കിയാൽ വ്യാപാരത്തിനുള്ള സാമ്പത്തിക ചെലവും സമയവും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഈ കപ്പൽ മാർഗമൊക്കെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ ഒരു മാസത്തിലധികം സമയമെടുത്തേക്കും. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഇന്ത്യയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. റഷ്യയിൽ നിന്നുള്ള ചരക്ക് ഏറെക്കുറെ വരുന്നത് ഈ വഴി തന്നെയാണ്. അതിൻ്റെ ചുരുക്കപ്പേര് INSTC എന്നാണ്. അപ്പോൾ ഇത് ഒരു 3 തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഏതാണ്ട് മൊത്തം ദൈർഘ്യം 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വലിയൊരു പാതയാണ്. അപ്പോൾ ഇതിൽ 3 മോഡലുകൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കടൽ മാർഗമുള്ള ഗതാഗതമുണ്ട്, റെയിൽ മാർഗമുണ്ട്, റോഡ് മാർഗമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു തരാം. റഷ്യയിൽ നിന്ന് തുടങ്ങി കസാക്കിസ്ഥാൻ വഴി, തുർക്ക്മെനിസ്ഥാൻ വഴി, പിന്നെ ഇറാൻ്റെ തുറമുഖത്തെത്തുന്നു. അപ്പോൾ ഈ പാതയിൽ വലിയ രീതിയിൽ റെയിൽ മാർഗം ഉപയോഗിക്കുന്നു ഇറാൻ്റെ തുറമുഖത്തെത്തുന്നത് വരെ. അവിടെ നിന്ന് കപ്പൽ മാർഗം ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇനി മറ്റൊരു സാധ്യത പൂർണ്ണമായിട്ടും കപ്പൽ മാർഗമാണ്. റഷ്യൻ തുറമുഖങ്ങൾ വഴി കാസ്പിയൻ കടൽ വഴി ഇറാൻ തുറമുഖത്തെത്തുന്നു. അവിടെ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ മുംബൈ തീരത്തേക്ക് കപ്പൽ വഴി മാർഗം എത്തുന്നൊരു സംവിധാനം. ഇനി റഷ്യ അസർബൈജാൻ അവിടെ നിന്ന് നേരെ ഇറാനിലേക്ക്. പക്ഷേ ഒരു പ്രശ്നം, ഈ ഇറാനിൽ എത്തുന്നതിന് മുൻപ്, ഇറാൻ്റെ തുറമുഖത്തെത്തുന്നതിന് മുമ്പ് ഒരു 162 കിലോമീറ്റർ പ്രദേശത്ത് റെയിൽ മാർഗം, റെയിൽവേ സംവിധാനമില്ല. അപ്പോൾ അത്രയും ഭാഗത്ത് റോഡ് മാർഗമാണ് ചരക്ക് തുറമുഖത്തെത്തുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറാനിൽ ഒരു ചബഹർ എന്ന് പറയുന്ന ഒരു തുറമുഖം വികസിപ്പിക്കാനായിട്ട് പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ അമേരിക്ക എടുക്കുന്ന നിലപാടുകളുടെ, അല്ലെങ്കിൽ അമേരിക്ക അവിടെ ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് ഇന്ത്യയുടെ നീക്കങ്ങൾ ഇപ്പോൾ ഏതാണ്ട് തടസ്സപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഭാവിയിൽ അത് സാധ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇനി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് കൽക്കരി, ക്രൂഡ് ഓയിൽ, രാസവളങ്ങൾ, ധാന്യങ്ങൾ എന്നിവയാണ്. ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് പോകുന്നത് നിർമ്മാണ സാമഗ്രികൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, അരി, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മിഠായികൾ, മസാലകൾ തുടങ്ങിയവയാണ്. 2024 നേരത്തെ പറഞ്ഞ ഇടനാഴിയുണ്ടല്ലോ, INSTC എന്ന് പറഞ്ഞ ഇടനാഴി വഴി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 19% വർധനവാണ് ചരക്ക് കടത്തുണ്ടായത്. അതിൻ്റെ കാരണം വ്യക്തമാണ്. അന്താരാഷ്ട്ര സാഹചര്യം അത്രയ്ക്ക് മോശമായതുകൊണ്ടാണ്. ഏതാണ്ട് 26.9 ദശലക്ഷം ടണ്ണിലാണ് അത് എത്തിച്ചേർന്നേക്കുന്നത് 19% വർധനവുണ്ടായപ്പോൾ. നേരത്തെ ഇന്ത്യയും റഷ്യയുമായിട്ട് ചരക്ക് കടത്ത് നടന്നുകൊണ്ടിരുന്നത് സൂയസ് കനാൽ വഴിയാണ്. പരമ്പരാഗതമായിട്ട് അതുവഴിയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സൂയസ് കനാലിന് പകരം ഈ INSTC വഴി ചരക്ക് കടത്ത് നടന്നപ്പോൾ ചെലവിൽ ഒരു 56% വരെ കുറയാനായിട്ട് സാധിച്ചു. അതോടൊപ്പം സമയം
ഏതാണ്ട് 20 മുതൽ 24 ദിവസം വരെയാക്കി കുറയ്ക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സൂയസ് കനാൽ വഴി പഴയ മാർഗത്തിലൂടെയാണ് വന്നിരുന്നതെങ്കിൽ, അതായത് റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തുടങ്ങി മുംബൈ തീരത്തേക്ക് ആ ഒരു കപ്പലെത്തുമ്പോൾ പരമാവധി 45 ദിവസം വരെ, ഏതാണ്ട് 1.5 മാസം വരെ സമയം ഉണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും 2 പ്രശ്നങ്ങൾ നമ്മുടെ പരമ്പരാഗത രീതി വെച്ച് നോക്കുമ്പോൾ റഷ്യയിൽ നിന്നൊരു സാധനം എത്താൻ 45 ദിവസം എടുക്കും. ഇനി ഇപ്പോൾ നിലവിലുള്ള INSTC വഴിയാണെങ്കിൽ പരമാവധി 25 ദിവസം വരെ എടുക്കും. അപ്പോൾ ഈ പുതിയൊരു റെയിൽപാത സാധ്യമാവുകയാണെങ്കിൽ സമയം 15 മുതൽ പരമാവധി 20 ദിവസത്തിനുള്ളിൽ എത്താം എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ സമയത്തിനിപ്പോൾ എത്രയാണ് നമ്മൾ വില കൽപ്പിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സമയത്തിനാണ് ഏറ്റവും വില. ലോകത്തെ ഏറ്റവും വില പിടിച്ച സാധനം സമയമാണ്. അപ്പോൾ മണിക്കൂറുകളല്ല, ദിവസങ്ങൾ ലാഭിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഹൈലൈറ്റ്. അതോടൊപ്പം വിവിധ രാജ്യങ്ങളുമായി കണക്ട് ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഗുണഭോക്താവ് ഇന്ത്യ മാത്രമല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലങ്ങൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് റഷ്യ ഒരു നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യ അനുകൂലമായി നിലപാടെടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന് കരുതാം. കാരണം അഫ്ഗാനിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ചൈനയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടാകും. ചൈനയും റഷ്യയുമായിട്ട് സൗഹൃദമാണ്. ഇതിൽ ഏക തടസ്സം വരാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധവും അതോടൊപ്പം പാകിസ്ഥാനും അഫ്ഗാനും തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും പരസ്പര വൈരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പൊതു ആവശ്യത്തിന് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു സംഗതി എന്ന നിലയിൽ ഇതിനെക്കുറിച്ച് ഭാവിയിൽ ഗൗരവതരമായ ചർച്ചകൾ ഉയർന്നു വരും എന്ന് തന്നെയാണ് കരുതുന്നത്.